ആറുവരിപ്പാതക്കായി ഭൂമി ഏറ്റെടുത്ത മണ്ണുത്തി വടക്കാഞ്ചേരി റൂട്ടാണിത്. വീട് നഷ്ടപ്പെട്ടവർക്കും ഭൂമി നഷ്ടപ്പെട്ടവർക്കും കാശ് ലഭിച്ചെങ്കിലും മാസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് മാത്രം യാഥാർത്ഥ്യമായില്ല. 2005-ൽ വിജ്ഞാപനമിറക്കി 5 വർഷം വരെ എടുത്താണ് ഈ ഭൂമി സർക്കാർ സ്വന്തമാക്കിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ ആറുവരിപ്പാതയെന്ന പ്രത്യേകതയുമുണ്ട് ഈ റൂട്ടിന്. മണ്ണുത്തി മുതൽ വടക്കാഞ്ചേരി വരെയുള്ള 30 കിലോമീറ്റർ റോഡിന് 642 കോടി രൂപയാണ് ചിലവ് കണക്കാക്കിയത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ 1000 കോടി രൂപയെങ്കിലും ചിലവ് വരുമെന്നാണ് സൂചന. ഇത് മുന്നിൽ കണ്ട് വായ്പ വാഗ്ദാനം ചെയ്ത ചില കമ്പനികളും ബാങ്കുകളും പിൻവലിഞ്ഞതായും സൂചനയുണ്ട്. സർക്കാർ ഏറ്റെടുത്തു നൽകിയ പദ്ധതിയിൽ നിന്നും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ് ദേശീയപാത അതോറിറ്റിയും. പണി വേഗത്തിലാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ പ്രോജക്ട് ഡയറക്ടർ നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ വിഷയത്തിൽ സർക്കാർ കൃത്യസമയത്ത് ഇടപെടാതിരുന്നത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാത അവസാനിക്കുന്നിടത്തു നിന്നാണ് ആറുവരിപ്പാത തുടങ്ങുന്നത്. ദേശീയപാത നിർമ്മാണ നടപടികൾ വൈകുന്നതിനാൽ വാളയാറിലേക്കുള്ള പ്രധാന ചരക്ക് വഴി കൂടിയായ ഇവിടെ പല ഭാഗത്തും റോഡ് വ്യാപകമായി പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. അറ്റകുറ്റപ്പണികൾക്കായി കോടികൾ ചിലവഴിച്ചെങ്കിലും ആറുവരിപ്പാതയ്ക്കായി ഏറ്റെടുത്ത ഭൂമിയിൽ പണിയൊന്നും നടന്നില്ല. ലോക്സഭാ ഇലക്ഷൻ കൂടി അടുത്ത സാഹചര്യത്തിൽ സർക്കാരിന്റെ കൃത്യമായ ഇടപെടലില്ലെങ്കിൽ ആറുവരിപ്പാതയിൽ ഈ വർഷം കാര്യമായൊന്നും പ്രതീക്ഷിക്കാനാവില്ല. ആറുവരിപ്പാത പദ്ധതിയിൽ നിന്നും പിൻവാങ്ങുന്നതിന്റെ ആദ്യ പടിയെന്നോണം ഹൈവേ അതോറിറ്റിയുടെ കേരളത്തിലെ പ്രോജക്ട് ഡിപ്പാർട്ട്മെന്റ് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കത്തയച്ചതായും സൂചനയുണ്ട്. കത്തിനോട് കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചാൽ ആറുവരിപ്പാത എന്ന കേരളത്തിന്റെ സ്വപ്നം ഇല്ലാതെ